വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ ചരിത്രവും വർത്തമാനവും ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന, വിശ്വാസിയുടെ ചിന്തയും വിശ്വാസിയുടെ ആഗ്രഹവും വിശ്വാസിയുടെ ആദർശവും ഭൂമിയുടെയും ആകാശത്തിന്റെയും പരിധികൾക്കപ്പുറം, 7 ആകാശങ്ങൾക്കപ്പുറം അർശിന്റെ ചാരയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു മഹാപ്രയാണമാണ് മിഅ്റാജിന്റെ സന്ദേശം എന്നോണം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്ന് മാത്രമല്ല, നമ്മുടെ നമസ്കാരങ്ങളെ ഒരു മിഅ്റാജ് യാത്രയാണ് എന്ന് ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമല്ല, അതിനപ്പുറം ഓരോ തക്ബീറുകളും ഓരോ അനക്കങ്ങളും ഓരോ ആകാശവും കടക്കുന്ന മാനസിക വ്യവഹാരത്തിന്റെ താല്പര്യമാണ് എന്ന് വിശദീകരിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കറിയാം എന്താണ് ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും കൃത്യമായ താല്പര്യം എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ആകാശത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി നമസ്കാരം എന്ന ഒരു വലിയ സമ്മാനം കൊടുത്തയക്കുകയാണ്. എല്ലാ ആരാധനാകർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് മുഖർറബായ സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നുകൊണ്ടാണ്. പക്ഷെ ഓരോ ആരാധനാകർമ്മങ്ങളെയും നിർബന്ധമാക്കിയ ആ ചര്യക്ക് വിരുദ്ധമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ യാത്രയിലുടനീളം വ്യത്യസ്തമായ ചില അനുഭവങ്ങളെ അനുഭവിപ്പിച്ച് ആകാശലോകത്ത് വെച്ച് നിർബന്ധമാക്കുന്ന ആരാധനയാണ് നമസ്കാരം. അങ്ങനെ ഒരു സവിശേഷത വേറെ ഒരു ആരാധനാകർമ്മത്തിനും കാണാൻ നമുക്ക് സാധ്യമല്ല. എന്ന് മാത്രമല്ല, ആകാശലോകത്ത് വെച്ച് നിർബന്ധമാക്കിയ അതേ നമസ്കാരം അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം എന്നോണം ഭൂമിയിൽ മസ്ജിദുൽ അഖ്സയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന് അദ്ദേഹത്തിന് മുൻപേ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സാന്നിധ്യത്തോടു കൂടി അതിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനവും ഭൂമിയിൽ നിർവഹിക്കപ്പെടുന്നുണ്ട്. അപ്പൊ കേവലം ഒരു ആരാധനാകർമ്മം പഠിപ്പിക്കുക എന്നതല്ല നമസ്കാരം, മറിച്ച് വിശ്വാസിയെ വളരെ സവിശേഷമായി പരിഗണിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തേക്ക് സ്വീകരിച്ച് അല്ലാഹുവിന്റെ ആതിഥ്യമരുളിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ച് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്ത സമ്മാനമാണ്. നമ്മളൊക്കെ പലർക്കും ധാരാളം സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. വീട് താമസത്തിനും വിവാഹാഘോഷങ്ങൾക്കും മറ്റ് സവിശേഷമായ അവസരങ്ങളിലും ഒക്കെ നാം സമ്മാനം കൊടുക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ സമ്മാനത്തിന്റെയും പിന്നിൽ ചില ലക്ഷ്യങ്ങൾ, ചില ചേതോവികാരങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ സമ്മാനത്തിന്റെ പിന്നിൽ വലിയ ചില ലക്ഷ്യങ്ങൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന ഒറ്റ വാക്കിൽ ആ വർത്തമാനത്തെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. എന്തിനാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തെരഞ്ഞെടുക്കുമ്പോൾ പറയുന്ന ഈ വാചകം കൊണ്ട്, അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിങ്ങൾ എന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നമസ്കരിക്കുക. നമ്മൾ ഒരുപക്ഷെ ഏറ്റവും ലളിതമായി, ഏറ്റവും ലഘൂകരിച്ച് കാണുന്ന ഒരു ആരാധനയാണ് നമസ്കാരം. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ നമസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. 7ാമത്തെ വയസ്സിൽ നമസ്കാരം ആരംഭിച്ചവരാണ് ബോധപൂർവം. 7ാമത്തെ വയസ്സിന് മുൻപും
വല്യമ്മമാരും ഒക്കെ നമസ്കരിക്കുന്ന നമസ്കാരപ്പായകളിൽ മുസല്ലകളിൽ കയറി നിന്ന് നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്. ചെല്ലി പറയാൻ പഠിച്ചു വരുന്ന കുഞ്ഞു പ്രായം. അപ്പൊ ഓർമ്മ വെച്ച കാലം മുതൽ നമസ്കരിച്ച് നിരന്തരം ആ നമസ്കാരം ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി യാന്ത്രികമായി കൊണ്ടുപോകുന്ന നമ്മൾ ഒരുപക്ഷെ ഏറ്റവും ലാഘവത്തോടു കൂടി കാണുന്ന ഒരു ആരാധനയാണ് നമസ്കാരം. പക്ഷെ യഥാർത്ഥത്തിൽ 5 നേരം നിർവഹിക്കുന്ന നമ്മുടെ ഈ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമസ്കാരത്തിന്റെ സമയമായാൽ ഈ പ്രപഞ്ചം മുഴുവനും നിശ്ചലമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ബാങ്ക് കേൾക്കുമ്പോ പള്ളികളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ മുഴങ്ങി കേൾക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ. ആ സമയം ഈ പ്രപഞ്ചത്തിലെ സകലമായ ചരാചരങ്ങളും നിശബ്ദമാണ് യഥാർത്ഥത്തിൽ. ആ ബാങ്കുലി കേൾക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അലയടിക്കുന്ന ഒരേ ഒരു ശബ്ദം അല്ലാഹു അക്ബർ ആണ്. പള്ളിയിൽ നിന്ന് മാത്രമല്ല, അത് കേട്ട ഓരോ വിശ്വാസിയും ഏറ്റുപറയും. പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് കേട്ട ഓരോ വിശ്വാസിയും അവന്റെ ചുണ്ടുകൾ കൊണ്ട് മന്ത്രിച്ച് അവന്റെ കാതുകളെ കേൾപ്പിച്ച് അവന്റെ ഹൃദയങ്ങളിൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ആ ധ്വനി സന്നിവേശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവനും നിശ്ചലമാക്കി നമ്മൾ ഏറ്റുപറയുന്ന ഒരു വാക്കിലൂടെ മനസ്സും ശരീരവും പാകപ്പെടുത്തിയെടുക്കുന്നു. ബാങ്കിന്റെ ആ വർത്തമാനം കൊണ്ട് അവസാനിച്ചില്ലല്ലോ. ആ വർത്തമാനം പൂർത്തിയായി കഴിയുമ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ, ഒരു ലഘുവായ ഒരു പ്രാർത്ഥന കൊണ്ട് വിശ്വാസി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ആ വർത്തമാനവും ചേർത്ത് വെക്കും. അല്ലാഹുവേ, ഈ വിളിക്കപ്പെട്ട വർത്തമാനത്തിന്റെ നാഥൻ നീയാണ്. എന്നെ വിളിച്ചത് എന്റെ സമീപത്തുള്ള പള്ളിയിൽ നിന്നാണ്. എന്നെ വിളിച്ചത് ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഒരു മുഅദ്ദിന്റെ നാവിൽ നിന്നാണ്. പക്ഷെ ആ വിളിയുടെ ഉടമസ്ഥൻ ഏത് നാവിൽ നിന്നാണോ പുറപ്പെട്ടത്, ആ പുറപ്പെട്ട മനുഷ്യനല്ല ആ വിളിയുടെ ഉടമസ്ഥൻ. ഏതെല്ലാം കാതുകളിലേക്ക് ആ വിളി എത്തിച്ചേർന്നിട്ടുണ്ടോ, ആ എത്തിച്ചേർന്ന ഒരു മനുഷ്യനും അതിൽ ഉടമസ്ഥാവകാശമില്ല. പിന്നെ ആരാണ് അതിന്റെ ഉടമസ്ഥൻ എന്ന് ചോദിച്ചാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, പടച്ചവനെ പൂർണ്ണമായ ഈ വിളിയുടെ നാഥൻ. അവിടെ പൂർണ്ണമായ വിളി എന്ന് കൂടിയുണ്ട്. താമ്മ എന്നൊരു പദപ്രയോഗമാണ്. അതിനപ്പുറം പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു വിളിയാണ്. ആ വിളിക്ക് ഒരുപാട് ആന്തരികമായ അർത്ഥങ്ങളുണ്ട്. ആ വിളിക്ക് ഒരു വിശ്വാസിയുടെ മനസ്സിലും അവന്റെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഹയ്യ അല സ്വലാ, നീ നമസ്കാരത്തിലേക്ക് വാ. ഹയ്യ അലൽ ഫലാ, നീ വിജയത്തിലേക്ക് വാ. ഏത് വിജയത്തെ കുറിച്ചാണ്? ഞാൻ പറഞ്ഞില്ലേ, 7ാമത്തെ വയസ്സ് മുതൽ നമ്മൾ നമസ്കാരം തുടങ്ങിയതാണല്ലോ. ഈ 7ാമത്തെ വയസ്സ് മുതൽ നമ്മൾ നമസ്കാരം തുടങ്ങിയിട്ട് ഏത് വിജയത്തിലേക്കാണ് ഈ നമസ്കാരം നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങൾ നമസ്കാരത്തിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോഴൊക്കെ നമസ്കാരത്തിലേക്ക് വന്നവരാണ്, എഴുന്നേറ്റ് നിന്നവരാണ്. വിജയത്തിലേക്ക് വാ എന്ന് പറഞ്ഞവരൊക്കെ, കേട്ടവരൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് മറുപടി പറഞ്ഞവരാണ്. എന്നിട്ട് ഏത് വിജയമാണ് നമസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്, ആസ്വദിക്കാൻ കഴിഞ്ഞത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമസ്കാരം കൊണ്ട് എന്ത് വിജയം ഞാൻ നേടിയെടുത്തിട്ടുണ്ട്? 1400 വർഷങ്ങളായി ഈ ലോകത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിജയത്തിന്റെ പ്രതീകം എന്താണ്? ഈ വിജയത്തിന്റെ നിദാനം എന്താണ്? യഥാർത്ഥത്തിൽ ആസ്വദിക്കപ്പെടേണ്ട ഒരു വിജയം കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ചേർത്ത് വെച്ച വർത്തമാനത്തിലുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ
ഒരൊറ്റ രാത്രി കൊണ്ട് 40 അല്ലെങ്കിൽ 60 ദിവസത്തെ വഴി ദൂരമുള്ള മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി നേരം പുലരും മുമ്പേ മടക്കി കൊണ്ടുവന്ന അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവാണ് പരിശുദ്ധൻ. അടിമക്ക് അവിടെ ഉണ്ടായിരുന്ന റോള് അള്ളാഹു വിളിച്ചപ്പോൾ എഴുന്നേറ്റ് പുറപ്പെടുക എന്നതായിരുന്നു. ആരെയാണ് കൊണ്ടുപോയത്? ബി അബ്ദിഹി, അവന്റെ ദാസനെയാണ്. ദാസ്യവൃത്തിയുണ്ടല്ലോ. അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ ഒരു പദവിയുണ്ട് വിശ്വാസിക്ക് അനുഭവിക്കാൻ. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഞാൻ എന്റെ സൃഷ്ടാവിന്റെ ദാസനാണ്. എന്റെ ജീവിതത്തിലുടനീളം എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, എനിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും സംവിധാനിച്ച് എനിക്ക് ജീവിക്കാനുള്ള ഉദവി നൽകിയ, എനിക്ക് ശ്വസിക്കാനുള്ള വായുവും എനിക്ക് കുടിക്കാനുള്ള വെള്ളവും എനിക്ക് ആരോഗ്യവും നൽകിയ, എനിക്ക് എണ്ണിപ്പറയാൻ കഴിയുന്നതിന്റെ അപ്പുറം അനുഗ്രഹങ്ങൾ കൊണ്ട് എന്നെ പരിഗണിച്ച എന്റെ റബ്ബുണ്ട്. ആ നാഥന്റെ ദാസനാണ് ഞാൻ. ആ റബ്ബിന്റെ മുമ്പിൽ നിസ്സഹായനായി എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. ആ ദാസനാണ് എന്ന ബോധം ഒരു മനുഷ്യൻ നേടിയെടുക്കുന്നതാണ്, പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ കരസ്ഥമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വിജയത്തിന്റെ അടിത്തറ എന്ന് പറയാൻ കഴിയും. ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആ ദാസനായ എനിക്ക് വേണ്ടി എന്റെ നാഥൻ സംവിധാനിച്ചു തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളിലും നന്ദിബോധത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് കഴിയേണ്ടതുണ്ട്. ദാസനായ മനുഷ്യന്റെ നന്ദിബോധം കരുപ്പിടിപ്പിക്കാൻ കഴിയുന്ന മനസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. അത്രയും വേണ്ടു. അള്ളാഹുവിന്റെ ദാസനിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി നന്ദി കാണിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടാകണം. നമസ്കാരം എന്ന സമ്മാനത്തിന്റെ ലക്ഷ്യം അതാണ്. വിശുദ്ധ ഖുർആൻ പങ്കുവെച്ച, ഞാൻ ആദ്യമേ ഓതി വെച്ച സൂക്തമുണ്ട്, സൂറത്തുൽ മുഅ്മിനൂൻ. മുഅ്മിനൂൻ സത്യവിശ്വാസികൾ എന്നാണ്. അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും ഏറ്റവും വലിയ വിജയം വരിച്ചത് സത്യവിശ്വാസികളാണ്. അഫ്ലഹ ചെറിയൊരു വിജയമൊന്നുമല്ല. ഏറ്റവും വലിയ വിജയം വരിച്ചവൻ സത്യവിശ്വാസിയാണ്. ആ ഏറ്റവും വലിയ വിജയം വരിച്ച സത്യവിശ്വാസി അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവൻ അവന്റെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവനാണ്. അവന്റെ നമസ്കാരം കേവലം ഒരു ചടങ്ങല്ല. അവന്റെ നമസ്കാരം കേവലം ഒരു കാട്ടിക്കൂട്ടലല്ല, യാന്ത്രികമായതല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ വിചാരണക്ക് വിധേയനാകപ്പെടേണ്ട എന്റെ ആരാധനാകർമ്മം നമസ്കാരമാണ്. ആണല്ലോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നമസ്കാരമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ആരാധന. നമസ്കാരമുണ്ടോ? നമസ്കാരം ഉള്ളവന്റെ കാര്യത്തിലെ ബാക്കിയുള്ളത് പരിഗണിക്കേണ്ടതുള്ളൂ. നമസ്കാരമില്ലാത്ത മനുഷ്യൻ ബാക്കി എന്തെല്ലാം നന്മകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും ആ നന്മകളിലേക്ക് പിന്നെ പോകേണ്ടതില്ല. നമസ്കരിക്കാത്തവനാണെങ്കിൽ ആ മനുഷ്യന്റെ കർമ്മപുസ്തകത്തിന്റെ 1ാമത്തെ ഏട്ടിൽ തന്നെ അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു. 1ാമത്തെ പരിശോധനയിൽ തന്നെ അയാൾ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. എനിക്ക് നമസ്കരിക്കാൻ സമയമുണ്ടായിരുന്നില്ല, ഒരുപാട് തിരക്കുകളായിരുന്നു. എനിക്ക് നമസ്കരിക്കാൻ സമയമുണ്ടായിരുന്നില്ല, ഞാനൊന്ന് മാറിയാൽ എന്റെ കച്ചവടം. എനിക്ക് 5 നേരവും കൃത്യമായി നമസ്കരിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല, ഞാനതുകൊണ്ട് 2-3 നമസ്കാരമൊക്കെ ഒരുമിച്ച് നമസ്കരിക്കുകയായിരുന്നു. കാരണം എന്റെ ബിസിനസ്, എന്റെ കുടുംബം, എന്റെ വിവാഹാഘോഷങ്ങൾ, എന്റെ സൽക്കാരങ്ങൾ, എന്റെ തിരക്കുകൾ, എന്റെ അശ്രദ്ധ. ആളുകൾ നമസ്കരിക്കട്ടെ, അവരെ നമസ്കരിക്കുമ്പോഴും ഞാൻ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനസേവനത്തിലായിരുന്നു. അങ്ങനെയും ഉണ്ടാകും ചില മനുഷ്യർ.
പ്രിയമുള്ളവരെ, എല്ലാം വൃഥാവിലാണ്. എനിക്ക് സമയമില്ല, എനിക്ക് തിരക്കാണ്, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്, അതുകൊണ്ട് പിന്നെയാകട്ടെ, അല്പം കൂടി കഴിയട്ടെ, 2 കൊല്ലം കൂടി കഴിയട്ടെ, അപ്പോഴേക്കും മക്കളൊന്ന് വലുതാകും, അവരെ ബിസിനസ് ഏൽപ്പിച്ചിട്ട് നമസ്കാരമൊക്കെ തുടങ്ങാം. ഈ 2 കൊല്ലത്തിന്റെ കാര്യത്തിൽ അള്ളാഹു വല്ല ഗ്യാരണ്ടിയും തന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മാലാകമാർ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുമ്പോ എനിക്കൊരല്പം കാര്യങ്ങൾ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്, അതുകൂടി ഒന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ശരി, നീ നല്ലവനാണല്ലോ, നീ നന്മകൾ ചെയ്യുന്നവരാണല്ലോ, അതുകൂടി പൂർത്തീകരിച്ചോളൂ എന്ന് തീരുമാനമെടുക്കുന്നവരാണോ മരണത്തിന്റെ മാലാകമാർ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പിടുത്തത്തിന് വിധേയരാകുമ്പോ, പടച്ചവനെ എനിക്കൊരവസരം കൂടി തരണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യരെ കുറിച്ച്, എനിക്കൊരവസരം കൂടി താ, ഞാൻ നന്മകൾ ചെയ്യാം, ഞാൻ സുഹൃതങ്ങൾ ചെയ്യാം, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം, ഞാൻ നമസ്കരിക്കാം, ഞാൻ നോമ്പെടുക്കാം, ഞാൻ ഖുർആൻ പാരായണം ചെയ്യാം. ഒരുപാട് താണുകേണ് അപേക്ഷിക്കും അള്ളാഹുവിന്റെ മലക്കുകളുടെ മുമ്പിൽ അവസരം നഷ്ടപ്പെട്ടു കഴിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ഭൂമിയിൽ നിന്ന് ആകാശത്ത് കൊണ്ടുപോയി ആകാശത്ത് വെച്ച് നിർബന്ധമാക്കിയ ആരാധനാകർമ്മമാണ്, സമ്മാനമാണ് നമസ്കാരം. ആ സമ്മാനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം, മനുഷ്യരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ തികഞ്ഞ ഭക്തിയോടുകൂടി അള്ളാഹുവിനോട് സംസാരിക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രതിജ്ഞകളും നിങ്ങൾ ഏറ്റുപറയുന്ന വർത്തമാനങ്ങൾക്കും ഒരു ജീവൻ ഉണ്ടാകണം. ആ ജീവൻ ഉണ്ടാകണമെങ്കിൽ വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ, അവർ അനാവശ്യമായ ലഹവുകളിൽ നിന്ന്, കളിതമാശകളിൽ നിന്ന്, യാതൊരു ഗുണവുമില്ലാത്ത മനസ്സിനും ശരീരത്തിനും അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദീനിനും ദുനിയാവിനും പരലോകത്തിനും യാതൊരു ഗുണവുമില്ലാത്ത ലഹവുകളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുന്നവരാണ്. നിങ്ങൾ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിങ്ങൾ പെട്രോൾ അടിക്കണം. പെട്രോളിനേക്കാൾ വില കൂടിയ ഒരുപാട് ദ്രാവകങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കിട്ടാനുണ്ട്. എത്ര വില കൂടിയ ദ്രാവകമാണെങ്കിലും പെട്രോളിന് പകരം ആ ദ്രാവകം നമ്മുടെ പെട്രോൾ ടാങ്കിൽ നിറച്ചാൽ വാഹനം മുന്നോട്ട് സഞ്ചരിക്കുകയില്ല. നമ്മുടെ ഹൃദയങ്ങളെ മുന്നോട്ട് സഞ്ചരിപ്പിക്കാനുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് പകരം ചില കളിയുടെയും ചിരിയുടെയും തമാശയുടെയും വിനോദത്തിന്റെയും ആസ്വാദനങ്ങളുടെയും അനുഭൂതികളുടെയും ഒക്കെ ചില വസ്തുക്കൾ നമ്മുടെ ഹൃദയങ്ങളിൽ കയറി കുടിയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതമാകുന്ന വാഹനം മുന്നോട്ട് സഞ്ചരിക്കുക? അപ്പോൾ എങ്ങനെയാണ് പരലോകം ലക്ഷ്യം വെക്കുന്ന വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാതൊരു ഗുണവുമില്ലാത്ത, യാതൊരു പ്രയോജനവുമില്ലാത്ത, തീർത്തും അനാവശ്യമായ എല്ലാ വസ്തുതകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാന്യതയുടെയും അവന്റെ ആഢ്യത്വത്തിന്റെയും അവന്റെ അള്ളാഹുവിനെ പരിഗണിക്കുന്നതിന്റെയും നമസ്കാരത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഊർജത്തിന്റെയും ഭാഗമാണ് എന്ന് നമ്മൾ പഠിക്കണം. ഇതൊന്നും വെറും വാക്കുകളല്ല, ഞാൻ വെറുതെ കുറെ മലയാള വാക്കുകൾ പറയുന്നതല്ല. അത് വിശ്വാസിയുടെ ആഢ്യത്വത്തിന്റെ പ്രതീകമാണ്. കളിയിൽ നിന്നും ചിരിയിൽ നിന്നും തമാശകളിൽ നിന്നും ഒക്കെ വിട്ടു നിൽക്കുന്ന ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരിയെ കുറിച്ചൊരു ചരിത്രം പറയാറുണ്ട്. ഹാറൂൺ റഷീദ് രസകരമാണ്. അദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു അങ്ങാടിയിൽ വെച്ചിട്ട് കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഈ അങ്ങാടിയിൽ കൂടി നിൽക്കുന്ന അദ്ദേഹം രാജാവാണ് എന്ന് പെട്ടെന്നാർക്കും പിടികിട്ടിയിട്ടില്ല. അദ്ദേഹം ചെന്ന് നോക്കുമ്പോ ഈ അങ്ങാടിയിൽ ഈ ഒരു കടത്തിന്റെ ഒരു മനുഷ്യൻ ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലക്ക് മുകളിൽ ഇങ്ങനെ വൃത്തം വരച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരാളിങ്ങനെ 1, 2, 3 എന്നിങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ കൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് കണ്ണ് കെട്ടിയേക്കാണ്. ഇദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് ഒരു സൂചി എടുത്തിട്ട് ഇങ്ങനെ ഓരോ നമ്പർ പറയുമ്പോഴും ഇദ്ദേഹം എറിയും. ഒരു സൂചി പോലും ഉന്നം തെറ്റാതെ കൃത്യമായി ഈ വൃത്തത്തിൽ വരച്ചിട്ടുള്ള കൃത്യമായി അതിനകത്ത് മാത്രം കൊള്ളും. അപ്പൊ 100 സൂചി എറിഞ്ഞു. 100 സൂചിയുടെ വേറൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു. കുറെ ആളുകൾ ചില സംഭാവനയൊക്കെ കൊടുത്തു. അദ്ദേഹം പൊതിയൊക്കെ കെട്ടി പോകാൻ പോയാണ്. അപ്പൊ ഹാറൂൺ റഷീദ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നാളെ ഒന്ന് കൊട്ടാരത്തിലേക്ക് വരണം. അങ്ങനെ കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ വൃത്തം വരച്ചു. അദ്ദേഹത്തെ കൊണ്ട് സൂചി എറിഞ്ഞു. അദ്ദേഹം പറഞ്ഞ സൂചിയൊക്കെ കൃത്യമാണ്. 100ഉം കൊള്ളേണ്ടടുത്ത് കൊണ്ടു. ആ വൃത്തത്തിനകത്ത് ഒന്നും പുറത്തു പോയിട്ടില്ല. എല്ലാം കഴിഞ്ഞപ്പോ ഹാറൂൺ റഷീദ് അദ്ദേഹത്തെ വിളിച്ചിട്ട് 100 സ്വർണ്ണ നാണയം സമ്മാനം, 100 സൂചി എറിഞ്ഞല്ലോ, 100 സ്വർണ്ണ നാണയം സമ്മാനം കൊടുത്തു. അദ്ദേഹം വലിയ സന്തോഷമായി. തന്റെ കഴിവിന് കിട്ടിയ അംഗീകാരമാണ്. ഇത് കഴിഞ്ഞപ്പോ ഹാറൂൺ റഷീദ് ഒരു ചൂരിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു 100 അടി കൂടി കൊടുത്തു. 100 സ്വർണ്ണ നാണയം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈ കഴിവിനാണ്. 100 അടി കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കഴിവ് ഉപയോഗിച്ചിട്ട് വെറുതെ അങ്ങാടിയിൽ പോയിരുന്ന് നേരം കളഞ്ഞ് കുറെ മനുഷ്യരുടെ അള്ളാഹുവിനെ സ്മരിക്കേണ്ട സമയങ്ങളിൽ ഈ കാഴ്ച കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന കുറെ മനുഷ്യരുടെ അവരെ ഈ വഴികേടിലേക്ക് കൊണ്ടുവന്നതിനാണ് ഇദ്ദേഹത്തെ 100 അടി അടിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ ഇങ്ങനെ കുറെ അവസരങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പുകളും മിടിപ്പുകളുമാണ്. പക്ഷെ ആ തുടിപ്പുകളെയും മിടിപ്പുകളെയും ഒക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മെ മറപ്പിച്ച് കളയുന്ന കളിയുടെയും ചിരിയുടെയും ആസ്വാദനത്തിന്റെയും അനുഭൂതിയുടെയും നിർവൃതിയുടെയും ഒക്കെ ചില കാഴ്ചവട്ടങ്ങളിലും കെട്ടുകാഴ്ചകളിലും നമ്മൾ കെട്ടിമറിഞ്ഞു പോകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ പദപ്രയോഗങ്ങൾ ഘടിപ്പിക്കുന്നു. നോക്കൂ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. കളിതമാശകളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറി പോകുന്ന ആളുകളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആവശ്യമില്ലാത്തതിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റുന്നു എന്ന് കൂടിയാണ്. അള്ളാഹുവിന് ആവശ്യമില്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത ഏതെല്ലാം ജാഹിലിയത്തുകൾ, ഏതെല്ലാം അനാവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂടിയിട്ടുണ്ടോ ആ അനാവശ്യങ്ങളെയും ജാഹിലിയത്തുകളെയും അടർത്തി മാറ്റി ഒരു വിശ്വാസിയെ അള്ളാഹുവിന്റെ ദാസനാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് നമസ്കാരം എന്ന അള്ളാഹു നൽകിയ സമ്മാനത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അടിസ്ഥാനപരമായ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ അടിത്തറയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന നമ്മുടെ മനസ്സ്. ആ നന്ദി കാണിക്കുന്ന മനസ്സ് വേണമെങ്കിൽ നന്ദികേടിലേക്ക് സഞ്ചരിക്കാവുന്ന സകലമാന വാതിലുകളും കൊട്ടിയടക്കപ്പെടണം. നന്ദികേടുകളിലേക്ക് സഞ്ചരിക്കാവുന്ന എല്ലാ ജാഹിലിയത്തുകളും അടക്കി മാറ്റപ്പെടണം. നന്ദികേടുകളിലേക്ക് നമ്മെ വഴി നടത്താവുന്ന എല്ലാ ആസ്വാദനങ്ങളുടെയും മുമ്പിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ആത്മീയമായ ഔന്നത്യം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകണം. അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ പ്രിയമുള്ളവരെ പിന്നെ നാം പരാജിതരാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരം. ആ നമസ്കാരത്തിന്റെ ക്വാളിറ്റിയിൽ, ആ നമസ്കാരത്തിന്റെ ഈമാനിൽ, ആ നമസ്കാരത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നിടത്ത് ഒരു മനുഷ്യൻ പരാജിതനാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് അയാൾ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് പരലോകത്ത് പിന്നെ വിചാരണയുടെ ആവശ്യമില്ല. കാരണം അടിത്തറ ദുർബലമാണ്. അടിത്തറ ദുർബലമായിടത്ത് കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങൾ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ചീട്ടുകൊട്ടാരം പോലെയാണ്. അടിത്തറ ദുർബലമായ വൃക്ഷങ്ങൾ ഉള്ളു പൊള്ളയായ പൂതലിച്ച മരം പോലെയാണ്. അതിനെ മറിച്ചിടാൻ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ആവശ്യമില്ല. അതിനെ മറിച്ചിടാൻ ഒരു ചെറിയ ചലനം മതിയാകും. എന്നതുപോലെ നമ്മുടെ നമസ്കാരങ്ങൾ ദുർബലമായി പോയാൽ, നമ്മുടെ നമസ്കാരത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്ന ഖുശൂഇന്റെ, അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്ന അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ, സ്നേഹത്തിന്റെ, അള്ളാഹുവിനോടുള്ള പ്രണയത്തിന്റെ അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പ്രിയമുള്ളവരെ നമ്മൾ പരാജിതരാണ്. ലൈല മജ്നുവിനെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. മജ്നു ഒരിക്കൽ മജ്നു നമസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നുപോയി.
നമസ്കരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നുപോയാൽ സ്വാഭാവികമായും കൈവച്ച് തടയും, സ്വാഭാവികമാണ്. അപ്പൊ മജ്നുവിനെ നമസ്കരിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ കൈകൊണ്ട് തടഞ്ഞു. മജ്നു ആകട്ടെ ആ കൈ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ മജ്നുവിന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു. നമസ്കാരം കഴിയുവോളം മജ്നുവിനെ വിടാതെ കൈ പിടിച്ചു നിന്നു. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ മജ്നു ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പിടിച്ചു നിർത്തിയതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ ഞാൻ നമസ്കരിക്കുന്നത് നീ കണ്ടില്ലേ? നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മജ്നു പറഞ്ഞൊരു വർത്തമാനം, നീ എന്നോട് ക്ഷമിക്കണം, എന്റെ മനസ്സിൽ നിറയെ ലൈലയോടുള്ള പ്രണയം കൊണ്ട്, ലൈലയോടുള്ള അനുരാഗം കൊണ്ട് നിറഞ്ഞു നിന്നതുകൊണ്ട് ചുറ്റുപാടുമുള്ള കാഴ്ചകളൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷെ നിന്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന എന്നെയും നീ കാണുമായിരുന്നില്ല, നീ റബ്ബിനെ മാത്രം കാണുമായിരുന്നു. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ നീ ഒന്ന് പുനരാലോചിക്കണമെന്ന് സൂചന കൊടുക്കുന്ന മജ്നുവിന്റെ വർത്തമാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ചിലപ്പോ മിമ്പറിൽ നിന്ന് നമ്മളെ ഉണർത്തേണ്ടി വരിക മജ്നുവിന്റെ വർത്തമാനമാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് നിന്ന് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടാനുള്ള നമസ്കാരം. നമ്മളൊക്കെ 5 നേരവും നമസ്കരിക്കുന്നവരാണ്, ഒരുപാട് കേട്ട് പരിചയമുള്ളതാണ്. പക്ഷെ നമസ്കാര വേളകളിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം, നമ്മുടെ മനസ്സിൽ നാം അള്ളാഹുവുമായി നടന്ന സംഭാഷണത്തിന്റെ ആ ഒരു ചൈതന്യം എത്രത്തോളം നമുക്ക് അത് നിലനിർത്താൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ നമസ്കാരത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ തന്നെ വിജയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഏറ്റവും നല്ല ദാസന്മാരുടെയും ദാസികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ.